ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഡൗട്ടായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇത് നോക്കിയാൽ ഒരു സോളിഡ് ഉണ്ട്. എ സോളിഡ് ഈസ് ഫോംഡ് ബൈ ജോയിനിങ് എ ഹെമിസ്ഫിയർ ആൻഡ് എ കോൺ ഓഫ് സെയിം റേഡിയസ് ആസ് ഷോൺ ഇൻ ഫിഗർ ഞാനിവിടെ വരയ്ക്കാം. ഇത് നോക്കിയാൽ ഒരു കോണുണ്ട്, അതേ റേഡിയസിൽ എന്തുണ്ട്, ഒരു ഹെമിസ്ഫിയർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ട്. ഓക്കെ അല്ലേ? ഈ ഫിഗറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസും കോണിൻ്റെ റേഡിയസും എന്താണ്, സെയിം ആണ്. ഫിഗർ ഇങ്ങനെയാണ് വരാം അല്ലേ? ഓക്കെ, ഇവിടെ വരെ സെറ്റായില്ലേ? ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്, ദ റേഡിയസ് ഓഫ് ഹെമിസ്ഫിയർ ഇസ് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ടോട്ടൽ ഹൈറ്റ് ഓഫ് സോളിഡ് 14 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഹൈറ്റ് ഓഫ് സോളിഡ് ആണെന്ത്, 14 സെൻറ്റിമീറ്റർ. അതെ, ഈ ലെങ്ത് ആണെന്ത്, 14 സെൻറ്റിമീറ്റർ. ഇവിടെ വരെ സെറ്റായില്ലേ? എങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ കോൺ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എത്ര മതി, ഇതേ നോക്കിയാൽ ഇതിനെ ഞാൻ മുറിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മുതൽ ഇവിടം വരയ്ക്കുള്ള എന്ത് മതി, ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ടോട്ടലാണ് 14. ഓക്കെ, അപ്പോൾ ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ എന്താ കാണുന്നത് നോക്കുന്നത്, ഇതേ നോക്കി, ഇത് എന്താണ്, ഹെമിസ്ഫിയറിൻ്റെ റേഡിയസാണ്. എങ്കിൽ എല്ലാ വശത്തേക്കും ഈ ലെങ്ത്ത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. എങ്കിൽ ഈ ലെങ്ത്ത് എത്ര തന്നെയായിരിക്കും, 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതേ നോക്കിയാൽ ഈ ലെങ്ത്ത് എത്ര വന്നു, 6 സെൻറ്റിമീറ്റർ വന്നു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എത്ര വരും, ആകെയുള്ള 14 എത്ര പോയതായിരിക്കും, 6 സെൻറ്റിമീറ്റർ പോയതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും, 8 സെൻറ്റിമീറ്റർ ആയിരിക്കും ഹൈറ്റ്. അപ്പോൾ ലോജിക്ക് പിടികിട്ടിയില്ലേ? ടോട്ടൽ 14, 6 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ്. അപ്പോൾ ഈ 6 സെൻറ്റിമീറ്റർ കുറച്ച് കഴിഞ്ഞാൽ 14 - 6 8 സെൻറ്റിമീറ്റർ ആയിരിക്കും ഹൈറ്റ് വരാം. എങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാ, ഹൈറ്റ് ഓഫ് കോണിക്കൽ പാർട്ട്. ഹൈറ്റ് ഓഫ് കോണിക്കൽ പാർട്ട് ഈസിക്കൽ എന്ത് വരും, ആകെ 14 - 6 വിച്ച് ഈസിക്കൽ എത്രയാണ്, 8 സെൻറ്റിമീറ്റർ. സെറ്റായില്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഈ ടോട്ടൽ സോളിഡിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, നമുക്ക് വോളിയം കണ്ടുപിടിക്കണം. അപ്പം നമ്മുടെ ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഭാഗം ഇതേതാ കോണിക്കൽ പാർട്ടിൻ്റെ വോളിയം കണ്ടുപിടിക്കും, അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഹെമിസ്ഫെറിക്കൽ പാർട്ടിൻ്റെ വോളിയം കണ്ടുപിടിക്കും. എന്നിട്ട് രണ്ടും തമ്മിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം കോണിക്കൽ പാർട്ടിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഓഫ് കോണിക്കൽ പാർട്ട്. കോണിക്കൽ പാർട്ടിൻ്റെ വോളിയത്തിൻ്റെ ഫോർമുല തന്നെ ഞാൻ എന്ത് ചെയ്തു, വി സി എന്ന് എഴുതി. കോണാന്ന് സൂചിപ്പിക്കാൻ വേണ്ടി വി സി എന്ന് എഴുതി. എന്താ പറയുക ഫോർമുല, 1/3 πr²h. 1/3 πr². ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് എത്രയാണ്, 6 സെൻറ്റിമീറ്റർ. 6 × 6 ഹൈറ്റ് എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു നേരത്തെ ക്വസ്റ്റ്യനിൽ, 8. എങ്കിൽ ഇത് 2 ടൈംസ് വെട്ടിപ്പോവും. അപ്പോൾ 8 × 6 48, 48 × 2 96. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്ര വന്നു, 96 π. യൂണിറ്റ് എന്ത് വരും, വോളിയം ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ ക്യൂബ്. ഓക്കെ അല്ലേ? ഇതുപോലെ നമുക്ക് ഹെമിസ്ഫെറിക്കൽ പാർട്ടിൻ്റെ വോളിയം കൂടി കണ്ടുപിടിക്കാം. ഓക്കെ, വോളിയം ഓഫ് ഹെമിസ്ഫെറിക്കൽ പാർട്ട്. അതിനെനിക്ക് എന്ത് എഴുതാം, വി എച്ച് എന്ന് എഴുതാം. ഹെമിസ്ഫിയർ അല്ല, വി എച്ച് ഈസിക്കൽ എന്ത് തോന്നുന്നു, 1 അല്ല, ഹെമിസ്ഫിയർ അല്ല. അപ്പോൾ 2/3 πr³ വരും അല്ലേ, 2/3 πr³ വിച്ച് ഈസിക്കൽ ടു 2/3 × π × r³. റേഡിയസ് എത്രയായിരുന്നു, 6 അല്ലേ. അപ്പോൾ 6 × 6 × 6 വന്നു. ഇത് എത്ര ടൈംസ് വെട്ടിപ്പോവും, 2 ടൈംസ്. അപ്പോൾ ഇതെന്ത് വന്നു, 6 × 6 36 × 2 × 2 എന്ത് വന്നു, 4, 144. അപ്പോൾ ഇതെന്ത് വന്നു, 144 π എന്ന് വന്നു. ഓക്കെ അല്ലേ? യൂണിറ്റ് എന്ത് വരും, സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഹെമിസ്ഫെറിക്കൽ പാർട്ടിൻ്റെ വോളിയം 144 π സെൻറ്റിമീറ്റർ ക്യൂബ് കിട്ടി. അപ്പോൾ നോക്കിയേ, കോണിക്കൽ പാർട്ടിൻ്റെയും കിട്ടി, ഹെമിസ്ഫെറിക്കൽ പാർട്ടിൻ്റെയും കിട്ടി. എങ്കിൽ ടോട്ടൽ വോളിയം കിട്ടണമെങ്കിൽ ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരുന്നു, ടോട്ടൽ വോളിയം ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് കോണിക്കൽ പാർട്ട് പ്ലസ് വോളിയം ഓഫ് എന്ത് വരും, ഹെമിസ്ഫെറിക്കൽ പാർട്ട്. വോളിയം ഓഫ് കോണിക്കൽ പാർട്ട് എത്രയാണ്, 96 π പ്ലസ് ഹെമിസ്ഫെറിക്കൽ പാർട്ട് എത്രയാണ്, 144 π. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, 240 π സെൻറ്റിമീറ്റർ ക്യൂബ് വരും. അപ്പോൾ ഇതായിരിക്കും എന്ത് വരാം, ടോട്ടൽ സോളിഡിൻ്റെ വോളിയം വരാം. ഓക്കെ അല്ലേ?
അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സമയമുള്ളപ്പോൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.